ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾക്ക് നോക്കാം ഒരു രസകരമായ കപടശാസ്ത്രവാദം. ചിലർ പറയുന്നുണ്ട് ഖുറാൻ ശാസ്ത്രീയമാണെന്ന്. അവർ പറയുന്നു ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രം പിന്നീട് തെളിയിച്ചത് എന്ന്. ഖുറാൻ കപടശാസ്ത്രവാദികൾ ഇത്തരത്തിൽ പറയുന്ന ഒരു പ്രധാന വാദമാണ്. ഖുറാനിൽ പറയുന്ന ചിന്തിക്കുന്ന ഹൃദയം എന്ന വാദം. പക്ഷേ അത് ശരിയാണോ, അല്ലെങ്കിൽ അത് അന്നത്തെ മനുഷ്യരുടെ തെറ്റിദ്ധാരണകൾ മാത്രമോ? നമുക്ക് ഒന്ന് നോക്കാം. അല്ലാഹു പറയുന്നു, ഞങ്ങൾ ജിന്നുകളിലും മനുഷ്യരിലുമല്ലോ നരകത്തിനായി പലരെയും ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് ഹൃദയങ്ങളുണ്ട്, എന്നാൽ അതുകൊണ്ട് അവർ ഗ്രഹിക്കുന്നില്ല. കണ്ണുകളുണ്ട്, എന്നാൽ കാണുന്നില്ല. കാതുകളുണ്ട്, എന്നാൽ കേൾക്കുന്നില്ല. അവർ മൃഗങ്ങളെപ്പോലെയാണ്, അതിലും കൂടുതൽ തെറ്റിലായവരാണ്. സൂറത്ത് അൽ ആറാഫ് 119 ആയത്ത്. ഇവിടെ നിന്ന് ഒന്ന് വ്യക്തമാണ്. ഹൃദയം കൊണ്ട് ഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഖുറാൻ പറയുന്ന ഹൃദയം ശരീരത്തിലെ ഹൃദയാവയവം എന്ന നേരാർത്ഥത്തിൽ പറഞ്ഞതല്ല. ഇത് മനസ്സിനെയും ബോധത്തെയും സൂചിപ്പിക്കുന്ന ഒരു ഭാഷാനുപമയാണ്. അന്ന കാലത്ത് പലരും വിചാരിച്ചത് വികാരങ്ങളും ചിന്തകളും ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത് എന്നായിരുന്നു. തലച്ചോറിന്റെ ജോലി ആ സമയത്ത് വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നില്ല. അല്ലാഹു പറയുന്നു, ഇതിലുണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ, ഹൃദയമുള്ളവർക്കോ അല്ലെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കുന്നവർക്കോ. സൂറത്ത് കാഫ് 37 ആയത്ത്. ഈ വാചകത്തിൽ ഹൃദയമുള്ളവർ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സുള്ളവർ എന്ന് തന്നെയാണ്. പക്ഷേ ചില മതപ്രചാരകർ ഇതെല്ലാം ശാസ്ത്രീയമായി ചിത്രീകരിക്കുന്നു. അവർ വാദിക്കുന്നു, ഇതാ ഖുറാൻ തന്നെയെ പറഞ്ഞിരിക്കുന്നു, ഹൃദയത്തിനും നാഡീകോശങ്ങളുണ്ട്, അതിനാൽ ഹൃദയത്തിന് സ്വയം ചിന്തിക്കുവാൻ കഴിയും എന്ന് അവർ വാദിക്കുന്നു. ഇത് കേട്ടാൽ പെട്ടെന്ന് തോന്നാം ശരിയാണല്ലോ എന്ന്. പക്ഷേ ശാസ്ത്രം അങ്ങനെ പറഞ്ഞിട്ടില്ല. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഹൃദയത്തിൽ ചില നാഡീകോശങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നത് ശരി തന്നെ. എന്നാൽ അവയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഹൃദയതാളം നിയന്ത്രിക്കലും ശരീരവുമായി ബന്ധം നിലനിർത്തലുമാണ്. ചിന്ത, ഓർമ്മ, തീരുമാനം, ബോധം ഇവ എല്ലാം തലച്ചോറിൽ നടക്കുന്ന പ്രക്രിയകളാണ്. അതുകൊണ്ട് തന്നെ ഹൃദയം ചിന്തിക്കുന്നു എന്ന നേരാർത്ഥവാദം ശാസ്ത്രീയമായി തെറ്റാണ്. അല്ലാഹു പറയുന്നു, വിശ്വാസികളുടെ ഹൃദയങ്ങൾ ദൈവത്തിന്റെ സ്മരണയിൽ ശാന്തിയിടുന്നു. അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ തന്നെയാണ് ഹൃദയങ്ങൾക്ക് ശാന്തി. സൂറത്ത് അർ-റാദ് 28 ആയത്ത്. ഇത് കാണുമ്പോൾ ചില കപടശാസ്ത്രവാദികൾ ചോദിക്കുന്നു, ഇതാ കാണൂ, ഖുറാൻ പറഞ്ഞിരിക്കുന്നു ദൈവസ്മരണം ഹൃദയത്തെ ശാന്തമാക്കും, ഇത് ശാസ്ത്രവുമായി ഒത്തുപോകുന്ന ഒരു കാര്യമാണ് എന്ന്. പക്ഷേ അത് ഒരു തെറ്റിദ്ധാരണ മാത്രം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആത്മീയതയിലൂടെയുള്ള മനസ്സിന്റെ സമാധാനം എന്ന അർത്ഥമാണ്. ശാസ്ത്രീയമായി മനസ്സിലെ സമാധാനം ഉണ്ടാകുന്നത് തലച്ചോറിൽ സംഭവിക്കുന്ന രാസവസ്തു മാറ്റങ്ങളാണ്. ഡോപ്പാമിൻ, സെറോട്ടോണിൻ എന്നിവയുടെ മാറ്റം. അതിന്റെ ഫലമായി ഹൃദയതാളം കുറയും, സമാധാനം തോന്നും. അതുകൊണ്ട് ഹൃദയം ശാന്തമാകുന്നു എന്നു പറയുന്നത് ഹൃദയത്തിന്റെ സ്വതന്ത്ര ചിന്തശേഷിയെ സൂചിപ്പിക്കുന്നില്ല, അതൊരു മാനസിക ശാരീരിക പ്രതികരണമാണ്. അല്ലാഹു പറയുന്നു, അതിനുശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കട്ടിയായിത്തീർന്നു, അവ കല്ലുകളെപ്പോലെയോ അതിലും കട്ടിയോ ആയി. സൂറത്ത് അൽ ബഖറ 74 ആയത്ത്. ഇവിടെയും ഹൃദയം ഒരു ഉപമയാണ്. മനുഷ്യന്റെ മനസ്സ് കഠിനമാകുന്നത്, കരുണയും വിവേകവും ഇല്ലാതാകുന്നത് അതിനെ സൂചിപ്പിക്കാനാണ് ഹൃദയം കല്ലായി എന്ന് പറയുന്നത്. ഇത് നേരാർത്ഥത്തിൽ പറയേണ്ടതല്ല. ഇതെല്ലാം നോക്കിയാൽ നമുക്ക് വ്യക്തമായി കാണാം. ഖുറാനിൽ പറയുന്ന ഹൃദയം എന്നത് മനസ്സിനെയും ബോധത്തെയും സൂചിപ്പിക്കുന്നതാണ്. അതിനെ ശരീരത്തിലെ ഹൃദയം എന്ന അവയവമായി നേരാർത്ഥത്തിൽ കരുതുന്നത് തെറ്റാണ്. അങ്ങനെ പറയുന്ന വാദം തെറ്റാണ്. അതൊക്കെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ചിലർ ഈ വാചകങ്ങളെ നേരാർത്ഥത്തിലെടുത്ത് ഖുറാനിൽ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ ചേരാതെ വരും. ശാസ്ത്രം എന്താണ് ചെയ്യുന്നത്? ശാസ്ത്രം കാണുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കുന്നു, പഠിക്കുന്നു. സംശയങ്ങൾ ഉയർത്തി തെളിവുകൾ പരിശോധിച്ച് പരീക്ഷണങ്ങളിലൂടെ സത്യം മനസ്സിലാക്കുകയാണ് ശാസ്ത്രത്തിന്റെ ജോലി. മതം എന്താണ് പറയുന്നത്? മതഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട കാലത്തെ മനുഷ്യന്റെ ആത്മീയതയെയും മനുഷ്യജീവിതത്തിലെ മൂല്യങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. ഇവ രണ്ടും വേറെ വഴികളാണ്. ഒന്നിനെ മറ്റൊന്നായി കുഴച്ചാൽ ഒരിക്കലും ചേരില്ല. അത് തെറ്റിദ്ധാരണകളും തെറ്റായ അറിവുകളും മാത്രമേ ഉണ്ടാക്കൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഖുറാൻ പറയുന്ന ചിന്തിക്കുന്ന ഹൃദയം എന്ന ആശയം ശാസ്ത്രീയ സത്യമായി കാണാൻ പാടില്ല. അത് അന്നത്തെ കാലത്തെ മനുഷ്യരുടെ അറിവിന്റെയും ഭാഷാശൈലിയുടെയും പ്രതിഫലനമാണ്. അതിന് ഒരു ആത്മീയ അർത്ഥം നൽകുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനെ ശാസ്ത്രമാക്കി അവതരിപ്പിക്കുവാൻ നോക്കുന്നതാണ് തെറ്റ്. ശാസ്ത്രം അറിയുവാൻ വിശ്വാസം ആവശ്യമില്ല. സത്യം മനസ്സിലാക്കാൻ തെളിവുകളാണ് ആവശ്യം. ചോദ്യങ്ങൾ ചോദിച്ച് അറിവുകൾ നേടുക, ആ അറിവുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. കപടശാസ്ത്രവാദങ്ങൾ തുറന്ന് കാണിക്കുന്ന മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം കൂട്ടുകാരെ.